KKTM ഗവൺമെന്റ് കോളേജും കേരള സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന പാർലമെന്ററി കാര്യവകുപ്പും ചേർന്നുകൊണ്ട് ദേശീയതയും ഇന്ത്യൻ ജനാധിപത്യവും എന്ന വിഷയത്തിൽ ഏകദിന ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായ കെ ബാബുരാജ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് മുഖ്യപ്രഭാഷണം നടത്തി. രാജ്യത്ത് ചില വിഭാഗങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സാംസ്കാരിക ദേശീയതയാണ് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്നും ഇതിനെ പ്രതിരോധിക്കുന്നതിലൂടെ മാത്രമേ ഇന്ത്യയുടെ ബഹുസ്വരത നിലനിർത്താൻ നമുക്ക് സാധിക്കൂവെന്നും കെ ബാബുരാജ് അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ഒരു 100 വർഷങ്ങളോളം സമാധാനപരമായിട്ടും പലതരത്തിലുള്ള നിവേദനങ്ങൾ കൊടുത്തുകൊണ്ടും സമൂഹത്തിലെ ഹിന്ദു ഇന്ത്യയിലെ സമുദായത്തിലെ ഏറ്റവും ഉയർന്ന ആൾക്കാർ നടത്തിയ നിവേദനങ്ങൾ അങ്ങനെ ഒരുപാട് സമ്മർദ്ദമുണ്ട്. അതായത് സമാധാനപരമായ ഒരു ദേശീയതയുടെ ഒരു 100 വർഷങ്ങൾ നീണ്ടുനിന്ന ഒരു സമര ചരിത്രം നമുക്കുണ്ട്. അതിനുശേഷം വീണ്ടും അത് മാറുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ശേഷം വേറൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയും പിന്നീട് അതിന് തിലകൻ്റെ ഒരു നേതൃത്വം വരുന്നു, ഗാന്ധിയുടെ നേതൃത്വം വരുമ്പോൾ അതൊരു ജനകീയ നേതൃത്വമായി വരുന്നു. അങ്ങനെ ഇന്ത്യ ഏറെക്കൂടെ ഒരു ഭാഷയുടെ വിവിധ ഭാഷകളുടെ ഒരു സംഘാതമായിട്ടും വിവിധ ദേശങ്ങളുടെ ഒരു സംഘാതമായിട്ടും ഒരു കണ്ടെത്തപ്പെടുന്ന ഇന്ത്യയായി മാറും. ഒരു ഇമാജിനേറ്റീവ് എന്ന് പറയുന്ന രീതിയിൽ നിലനിന്ന ഒരു സാങ്കല്പികതയിൽ നിന്ന് ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ഇന്ത്യ ഉണ്ടാവുന്നത് ദേശീയ പ്രസ്ഥാനത്തിലൂടെയാണ്. അതിൻ്റെ മുമ്പിൽ നമ്മളെ പ്രതീക്ഷിച്ചാൽ നമ്മളെ ഇങ്ങോട്ട് കടന്നു വരാൻ പ്രേരിപ്പിച്ചത് പറഞ്ഞ പോലെ കോളനി വിരുദ്ധ സമരങ്ങളാണ്. കോളനിയൽ വിരുദ്ധ നമ്മുടെ അധികാരം നമ്മൾ തന്നെ ആയിരിക്കണം, രാഷ്ട്രീയാധികാരം നമുക്ക് തന്നെ ആയിരിക്കണം എന്നുള്ള ജനങ്ങളുടെ ഇച്ഛയിൽ നിന്നാണ് ദേശീയത രൂപപ്പെട്ടത്. പക്ഷേ ഈ ദേശീയത രൂപപ്പെടുമ്പോൾ ഇതിനൊരു അടിസ്ഥാനപരമായ വിമർശനത്തോടു കൂടിയാണത്. അല്ലെങ്കിൽ അതിനൊരു പരിപാടിയിൽ മുഖ്യാതിഥിയായി പാർലമെന്ററി കാര്യവകുപ്പ് ഡയറക്ടർ ജനറൽ ഡോക്ടർ ബിവീഷ് യൂസി പങ്കെടുത്തു. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ബിന്ദു ശർമിള ടി.കെ അധ്യക്ഷത വഹിച്ചു. ആശംസിച്ച മുനീർ സർ വളരെ കൃത്യമായിട്ട് ദേശീയതയെക്കുറിച്ചും ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ചും സംസാരിക്കുകയുണ്ടായി. നമ്മളെയെല്ലാം ഒന്നിപ്പിച്ചു നിർത്തുന്ന ഒരു വിശ്വസ്തത, അല്ലെങ്കിൽ നമ്മളുടെ എല്ലാം ഇടയിൽ ഒരു ഐക്യമുണ്ടാക്കുന്ന എന്തോന്ന്, അതാണ് ദേശീയത എന്ന ചുരുക്കത്തിൽ സിമ്പിളായിട്ട് പറയാമെന്ന് സാർ പറഞ്ഞു. ദേശീയത എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ദേശീയ പതാകയും ദേശസ്നേഹവും അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് വേണ്ടിയിട്ട് ഒരുപാട് രക്തസാക്ഷിത്വം വഹിച്ച ഒരുപാട് സമര നേതാക്കളെയുമാണ് എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. സംസ്ഥാനത്തെ വിവിധ കലാലയങ്ങളിൽ നിന്നായി ഒട്ടനവധി അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്ത പരിപാടിയിൽ കേരളത്തിന് പുറത്തുനിന്നുൾപ്പെടെ എത്തിയ വിഷയവിദഗ്ധർ സമകാലീന ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് വിഷയാവതരണം നടത്തി. ഉദ്ഘാടന ചടങ്ങിൽ പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ മുനീർ എം സ്വാഗതവും കണ്ണൂർ സർവകലാശാല സെനറ്റ് അംഗം ഡോക്ടർ മുഹമ്മദ് അഷിഫാസ്, കോളേജ് വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ജി ഉഷാകുമാരി എന്നിവർ സംസാരിക്കുകയും കോളേജ് IQAC കോർഡിനേറ്റർ ഡോക്ടർ ലൗലി ജോർജ് നന്ദി പറയുകയും ചെയ്തു. ഹിസ്റ്ററി ബിരുദ 1ാം വർഷ വിദ്യാർത്ഥി ഭരത് IB പരിപാടിക്ക് അവസാനം നന്ദി അറിയിച്ചു.